വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു നിർണായക ഘടകമായി മാറുന്നത് BJP ആണ് എന്നാണ് BJP-ക്കാർ മുഴുവൻ പറയുന്നത്. കാരണം ഈ തലസ്ഥാനം അവരൊരു 40 വർഷങ്ങൾക്ക് ശേഷം 40 വർഷങ്ങൾക്ക് ശേഷം പിടിച്ചെടുത്തെന്നല്ല, കാരണം കുറെ കാലം കൊണ്ട് അവിടെ CPM തന്നെയാണ്. ആദ്യമായി BJP ഇവിടെ ഭരണത്തിൽ വന്നു. അപ്പോൾ അതിന്റെ ഒരു ആത്മവിശ്വാസം അല്ലാതെ BJP-ക്ക് ഉണ്ട്. അപ്പൊ ഞങ്ങൾ കൃത്യമായ പാതയിലൂടെ സഞ്ചരിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് സീറ്റുകളൊക്കെ പിടിച്ച് നിയമസഭയിൽ MLA-മാരൊക്കെ ആയിട്ട് പോവാം, ഇരു പാർട്ടികളെയും മുൻമുനയിൽ നിർത്താമെന്നൊക്കെയാണ് BJP-യുടെ പ്രതീക്ഷ. സാറിന്റെ അഭിപ്രായത്തിൽ BJP ഇത്തവണ എത്ര സീറ്റ് പിടിക്കും? പൊളിറ്റിക്കൽ ബ്രില്യൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്കും BJP-ക്ക് ഉൾപ്പെടെ എല്ലാവർക്കും ബാധകമായ ഒരു കാര്യമാണ്. അത് വെച്ച് കണക്ക് കൂട്ടുമ്പോൾ BJP-യുടെ സാധ്യതകൾ നമ്മൾക്ക് വളരെയേറെ വിശദമായിട്ട് ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രദ്ധേയമായ 1-2 കാര്യങ്ങൾ. അതായത് ഒരു ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ഗവൺമെന്റിനെതിരെ ജനവികാരം ഉണ്ടാകുക സ്വാഭാവികമാണ്. ആ ജനവികാരം ഞങ്ങൾക്കില്ല എന്ന് 3 തവണ തെളിയിച്ചു ശ്രീ നരേന്ദ്രമോദി. ഒരു തവണ തെളിയിച്ചു ശ്രീ പിണറായി വിജയൻ. അതായത് 1 by 1 ആയിട്ട് 2 തവണ വരുമ്പോൾ ആദ്യത്തേതിൽ വിരോധമില്ല എന്നുള്ളതാണ് രണ്ടാമത് തെളിയിച്ചത്. എന്നാൽ നിങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കേണ്ടവരാണെന്ന് കേരളത്തിൽ ഒന്നിലധികം തവണ, അതായത് 2 തവണ കേരളത്തിലെ സാധാരണ വോട്ടർമാർ കോൺഗ്രസിനോടും പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ 3 കൂട്ടരുടെ സാധ്യതകളിൽ ആദ്യത്തെ സാധ്യത കോൺഗ്രസിന്റെ നോക്കാം. കോൺഗ്രസിന് അനുകൂലമായൊരു ഘടകം എന്ന് പറയുന്നത് 10 വർഷത്തെ ജനങ്ങൾക്കുള്ള പിണറായി വിജയനോടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭരണത്തോടുള്ള സ്വാഭാവികമായിട്ട് വരാവുന്നൊരു മടുപ്പ്. നല്ല ഭരണം കാഴ്ചവെച്ചാലും വരുന്നതാണെന്ന് ഓർക്കുക. അത്യുഗ്രൻ ഭരണം കാഴ്ചവെച്ചാൽ മാത്രമേ അത് സാധാരണ വരാതിരിക്കുകയുള്ളൂ. അപ്പൊ പ്രബുദ്ധരായ വോട്ടർമാർക്ക് സ്വാഭാവികമായിട്ടും 10 വർഷം കൊണ്ട് അദ്ദേഹത്തോടൊരു മടുപ്പുണ്ടാകാം. പിന്നെ വിയോജിപ്പിൻ്റെതായ വിഷയങ്ങൾ ധാരാളമുണ്ട്. ഏറ്റവും അവസാനം നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ പറയുന്ന സ്വർണ്ണ വിഷയം ഉൾപ്പെടെ അതിൽപ്പെട്ടതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് കാണിച്ചു കൊടുക്കാൻ ഒരു നല്ല ഭരണം കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഒരു സ്ഥലത്തുമില്ല. അവർ ഭരിക്കുന്ന സ്റ്റേറ്റുകളിൽ പോലും അവര് മാറിയാൽ അവിടെ BJP വരുന്നു എന്നുള്ളത് നമ്മൾ കണ്ടു. പഞ്ചാബിൽ കോൺഗ്രസ് ഭരിച്ചിരുന്നു, പിന്നീട് വന്നത് ആം ആദ്മി പാർട്ടിയാണ്. അപ്പൊ അവരുടെ എല്ലാ തട്ടങ്ങളും അവർക്ക് ഒന്നൊന്നായിട്ട് നഷ്ടപ്പെടുമ്പോൾ കേരളത്തിൽ ഒരു നല്ല പ്രതിപക്ഷമായിട്ട് പോലും അവർ പ്രവർത്തിക്കുന്നില്ല. ഈ ഘട്ടത്തിൽ മൂന്നാമത്തെ BJP-യിലേക്ക് നമ്മൾ പോകുമ്പോൾ BJP-ക്ക് സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അവരുടെ ഇപ്പോഴത്തെ ഭരണത്തിൽ അവകാശപ്പെടാനുണ്ട്. വികസനത്തിന്റെ പാരമ്പര്യമുണ്ട്, അഴിമതി രഹിതമാണവരെന്നുള്ള പാരമ്പര്യമുണ്ട്. അതോടൊപ്പം തന്നെ അവരുടെ നേതാക്കൾ ദേശീയ തലത്തിൽ അധികായന്മാരായി വളർന്നു. അത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്ത് നോക്കിയാൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ അധികായന്മാരായ നിരവധിയായ നേതാക്കന്മാരുടെ പേര് നമ്മൾ അർജുൻ സിംഗ് ആകട്ടെ, അല്ലെങ്കിൽ അതുപോലെ പല പേരുകൾ പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിലേക്ക് വരും. എന്നാൽ ഇന്ന് കോൺഗ്രസിന്റെ മുഖം എന്ന് പറയുന്നത് നമ്മൾക്ക് രാഹുൽ ഗാന്ധിയിലേക്ക് ഒതുങ്ങിപ്പോയി. അദ്ദേഹത്തിന്റെ പവർ എത്രയാണോ അതിനേക്കാൾ അപ്പുറമുള്ള പവറുള്ള ആരുണ്ടെങ്കിൽ അവരെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. വളരെ ദുർബലരായ കുറച്ച് നേതാക്കന്മാരെ കാണും. BJP ഇപ്പോഴും നമ്മൾ നോക്കിയാലും നിരനിരയായ നേതാക്കന്മാർ. ഈ ഭരണത്തിലിരുന്നുള്ള ഒരു ഗുണം അതാണ്. ആ ഭരണത്തിന്റെ മികവ് കൊണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും അവർ ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യയുടെ ഭൂപടം എടുത്ത് നോക്കിയാൽ കാവ്യ വർണ്ണമായി മാറുന്ന സ്റ്റേറ്റുകളുടെ എണ്ണം കൂടുതലാണ്. അവരുടെ രാഷ്ട്രീയ നയം എന്ന് പറയുന്നത് ജമ്മു കാശ്മീരിനെ പോലും ഭരിക്കുവാനും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളെ അവരുടെ അധീനതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ അത്ര രീതിയിൽ ന്യൂനപക്ഷ പ്രദേശങ്ങളായിട്ട് പോലും അവർക്ക് സാധിച്ചു എന്നുള്ളത് നിസ്സാരമായ കാര്യമല്ല. അങ്ങനെ നോക്കുമ്പോൾ ഒരു ചുവപ്പ് കോട്ട എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ അവകാശപ്പെടുന്ന കേരളം അവർക്ക് തകർക്കാൻ പറ്റാത്തതൊന്നുമല്ല. എന്നാൽ കേരളത്തിൽ അവർക്ക് രാഷ്ട്രീയപരമായി വലിയ വെല്ലുവിളികളുണ്ട്. അതിൽ ഒന്നാമത്തെ വെല്ലുവിളി, ഏറ്റവും നല്ല ഉദാഹരണം ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് വന്ന NSSന്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പ്രസ്താവനയാണ്. അതായത് അവരുടെ അടിസ്ഥാന വോട്ടായി മാറേണ്ട ഹിന്ദു സമൂഹം വടക്കേ ഇന്ത്യയിൽ എല്ലായിടത്തും, അല്ലെങ്കിൽ ഇന്ത്യയിൽ മുഴുവൻ പ്രദേശത്തും ഹിന്ദുക്കൾ എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ കേരളത്തിലെ ഹിന്ദുക്കൾ അതിനോട് വിമുഖരായി നിൽക്കുന്ന കാഴ്ച അവർക്കൊരു വെല്ലുവിളിയാണ്. അടുത്ത വെല്ലുവിളി എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ സാന്ദ്രത കേരളത്തിൽ കൂടുതലാണ്. ഏകദേശം 50% അടുത്തുള്ള ആ ന്യൂനപക്ഷങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലേക്ക് അവരെ എത്തിക്കണമെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവുകൾ കിട്ടണം. കാസ പോലുള്ള സംഘടനകളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായത്തിലെ പുതിയ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാരൊക്കെ ഇവരുടെ ആമുഖ്യം കാണിക്കുന്നുണ്ടെങ്കിൽ പോലും ക്രിസ്ത്യാനിറ്റിയുടെ മനസ്സിപ്പോഴും പഴയ ഒരു മനോഭാവത്തിൽ ആണ് ബഹുഭൂരിപക്ഷം തളച്ചിട്ടിരിക്കുന്നത്. പിന്നീടുള്ളത് പുതിയ തലമുറയിലും അതേപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളിലുമൊക്കെ BJP കൊള്ളാമല്ലോ, അവർക്കൊരു അവസരം കൊടുത്താൽ എന്നൊരു ചിന്ത വന്നിട്ടുണ്ട്. അതിന്റെ ഉദാഹരണം തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടു. എന്നതുപോലെ കേരളത്തിൽ
ഒരു ജെൻസിയുടെ അട്രാക്ഷൻ ഈ പാർട്ടിയോടുണ്ട്. അതോടൊപ്പം തന്നെ നിരവധിയായ ആൾക്കാർ, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, പല പാർട്ടികളിലും വിട്ട് നമ്മൾ വലിയ നേതാക്കന്മാർ വരുമ്പോഴാണ് വാർത്തയാകുന്നതെങ്കിൽ അതല്ലാത്ത താഴേക്കിടയിലുള്ള സാധാരണ ആൾക്കാർ, എനിക്ക് ആ പാർട്ടിയോടുള്ള താല്പര്യം പോയി ഞാനിപ്പോൾ BJP ആണെന്ന് പറയുന്ന നിരവധി ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഒഴുക്ക് അവരിലേക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സീറ്റിനുള്ള സാധ്യതകൾ വളരെയേറെ കൂടുതലാണ്. ശരിയാണ്. BJP സംബന്ധിച്ചിടത്തോളം ഇത്തവണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവരുടെ വോട്ടിംഗ് ശതമാനമൊക്കെ കുറവായിരുന്നു. പക്ഷെ എങ്കിൽ പോലും കുറെ പ്ലാനിങ്ങോട് കൂടി, കാരണം മികച്ച നേതാക്കന്മാരെ നിർത്തിക്കൊണ്ട് ഒരുപക്ഷെ ഈ കുറച്ചൊക്കെ എന്താ പറയുക, ഇതുവരെ MLA ഇല്ലാതിരുന്നിടത്തേക്ക് MLA ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. അധികാരം പിടിക്കുക എന്നതിനപ്പുറം ഒരു പെട്ടെന്ന് വന്നിട്ട് BJPക്ക് അധികാരം പിടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇല്ല എന്ന് പറയും. BJP അത്രത്തോളം ജനങ്ങൾക്കിടയിൽ അങ്ങനെ വിശ്വാസ്യത നേടിയിട്ടില്ല ഇപ്പോഴും. കാരണം BJP വന്നാൽ ഒരു വർഗീയ വശം ഇപ്പോഴും BJPക്ക് ചാർത്തി കൊടുത്തത് അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. പലരും, പല സാധാരണക്കാരും ചോദിച്ചിട്ടുണ്ട്, അയ്യോ അവര് വരണ്ട, അവര് വന്നാൽ കയ്യും കാലും ഒക്കെ വേദൊന്നും വേണ്ട, ഇങ്ങനെ പറയുന്ന പലരും ഉണ്ട്. പക്ഷെ അതിലപ്പുറം ഇതൊക്കെ ചെയ്യുന്ന പാർട്ടിക്കാർ ഇവിടെ വിജയിക്കുന്നില്ലേ നമ്മൾ ചോദിക്കാം, അവരങ്ങനെയാണോ എന്നിവർ ചോദിക്കും. കാരണം BJP എന്ന് പറയുമ്പോൾ സ്വാഭാവികം അങ്ങനെ ഒരു നരേറ്റീവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോ ആ ഒരു പശ്ചാത്തലത്തിൽ BJPക്ക് ഇനിയും വലിയ, ഇപ്പൊ കേരളത്തിന് പുറത്ത് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് BJP ഒരു അജണ്ടയുമായി വന്നു. അത് കുറെയൊക്കെ പാലിക്കാൻ അവർക്ക് പറ്റിയത് കേരളത്തിന് പുറത്ത് രാഹുൽ ഗാന്ധി പോലെ ഒരു നേതാവ് അവർക്കുള്ളത് കൊണ്ടാണ്. കോൺഗ്രസിന് ഈസിയായി അവർക്കത്, അങ്ങനെ ഒരു നേതാവ് തലപ്പത്തിരിക്കുന്നത് കൊണ്ട് വലിയ പണിയൊന്നും ചെയ്യാതെ തന്നെ BJPക്ക് ഒരുമാതിരിപ്പെട്ട സംസ്ഥാനങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. പക്ഷെ കേരളത്തിലേക്ക് വരുമ്പോൾ അങ്ങനെയല്ല. കുറച്ചുകൂടി തലയ്ക്കകത്ത് ആൾതാമസം എന്താണെന്നല്ല, ക്രൂക്കറ്റ് മൈൻഡ് ആയിട്ടുള്ള കുറെ നേതാക്കൾ, കാഞ്ഞ ബുദ്ധി എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള കുറെ നേതാക്കന്മാരുണ്ട്. അതായത് അധികാരം മാത്രം ഇങ്ങനെ ലക്ഷ്യം വെച്ച് അതിനുവേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ, അതിനുവേണ്ടി എന്തൊക്കെ ഗിമിക്കുകൾ കാണിക്കാൻ കഴിയുമോ എന്നൊക്കെ ചിന്തിക്കുന്ന കുറെ നേതാക്കന്മാരുണ്ട്. ഇവരുടെ ലക്ഷ്യം ജനങ്ങളെ ഇപ്പം KM ഷാജി പറഞ്ഞതുപോലെ 10 വർഷമായി ഞങ്ങൾക്കിവിടെ അവകാശങ്ങൾ കിട്ടുന്നില്ല, ഞങ്ങൾക്ക് അധികാരമില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും പോലെ ഈ ഇവരുടെയൊക്കെ ഒരു മനസ്സിലെ ഒരു ഇതെന്ന് പറയാൻ ഞങ്ങൾക്ക് അധികാരം വേണം, ജനങ്ങൾ നന്നാവുകയോ അവരെ വികസിക്കുകയോ അതൊന്നും അല്ല ഞങ്ങളുടെ പക്ഷേ, ഞങ്ങൾക്ക് അധികാരം വേണം. അധികാരം ഇല്ലെങ്കിൽ ഞങ്ങളെ കൊണ്ട് ആർക്കും ഒരു ഞങ്ങളെ ആർക്കും ഒരു വിലയില്ല, ഞങ്ങൾക്കും അവരോട് വിലയില്ലാതെ. അതുകൊണ്ട് അധികാരം വേണം. അതിനുവേണ്ടി എന്ത് നാർത്തരവും കാണിക്കാൻ ഇവർ തയ്യാറായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് കേരളത്തിന് പുറത്തില്ല. കാരണം അങ്ങേരെ സംബന്ധിച്ചിടത്തോളം, ഞാൻ അങ്ങേരെ ഉദ്ദേശിച്ച രാഹുൽ ഗാന്ധിയാണ്, പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറയുന്നത് കേട്ട് ഇവിടെ വന്ന് എന്തെങ്കിലും പറയുക, അത് കഴിയുമ്പോൾ അത് പൊട്ടത്തരം എന്ന് പറയുമ്പോൾ പുള്ളി കൊളംബിയയിലേക്കോ മലേഷ്യയിലേക്കോ ഹോങ്കോങ്ങിലേക്കോ ഒക്കെ പുള്ളി പോയി എൻജോയ് ചെയ്തിട്ട് തിരിച്ചു വരും, അടുത്ത പ്രശ്നത്തിലേക്ക് അതങ്ങ് പോകും. അത് വിഷയമല്ല. കേരളത്തിൽ BJPക്ക് ഇനി ഒരുപാട് കടമ്പകൾ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്ന് പച്ച പിടിച്ച് വരാനായിട്ട് ഇത്തവണ ചിലപ്പോൾ സീറ്റുകൾ കിട്ടുമായിരിക്കാം, പക്ഷേ അത് എത്രത്തോളം ഒരു BJP നിർണയിക്കുന്ന ഒരു അധികാര രാഷ്ട്രീയത്തിലേക്ക് അത് എങ്ങനെ വരും എന്നൊന്നും എനിക്കറിയില്ല. BJP കേരള രാഷ്ട്രീയത്തിൽ അധികാരം നിർണ്ണയിക്കുന്ന ശക്തിയാകാൻ അവർക്ക് ഇനിയും സമയമെടുക്കും. കാരണം അവരുടെ വളർച്ച എല്ലായിടത്തും നോക്കിയാലും സാവധാനമായിരുന്നു. ചിട്ടയായ പ്രവർത്തനം കൊണ്ട് തന്നെയാണ് അവർ വളർന്നു വന്നത്. കേരളത്തിൽ അവർക്ക് അനുകൂലമായ ഘടകം എന്ന് പറയുന്നത്, കേരളത്തിൽ ന്യൂനപക്ഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച് വളരാൻ അവർക്ക് സാധിക്കും. അതായത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, അവർക്ക് കിട്ടുന്നില്ലേ എന്ന് ഹിന്ദുക്കളോട് നോക്കി ചോദിക്കാൻ അവർക്ക് സാധിക്കും. ആ ഒരു അവസ്ഥ അവർക്കുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട്. രാഷ്ട്രീയമായ പല എടുത്തുചാട്ടങ്ങളും പാർട്ടി മാറ്റിവെച്ചുകൊണ്ട് ബുദ്ധിപരമായ നിശബ്ദമായ പ്രവർത്തനമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിനു മുൻപുള്ള എല്ലാ പ്രസിഡന്റുമാരും പറയുമായിരുന്നു, അത് പത്രങ്ങളോട് ബൈറ്റ് കൊടുക്കുന്നതാണ്, പല പ്രമുഖരും CPM-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും പാർട്ടിയിലേക്ക് വരുമെന്ന് എല്ലാ വർഷവും ഞാൻ കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ വന്നതിന് ശേഷം ഒരിക്കൽ പോലും അദ്ദേഹം ഈ രീതിയിലുള്ള ആത്മവിശ്വാസം പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷി, അതിൻ്റെ രാഷ്ട്രീയ മുന്നണിയിലെ ഘടകകക്ഷി ആ മുന്നണിയുമായിട്ട് തെറ്റി നിൽക്കുമ്പോൾ ഉടനെ തന്നെ അവരെ ഞങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്ന പ്രസ്താവന BJPക്കാർ നേരത്തെ ചെയ്യുമായിരുന്നു. ഇപ്പൊ അത് ചെയ്യുന്നില്ല. കാരണം BJP പതിയിരുന്ന് തന്ത്രപരമായി ബുദ്ധിപരമായി കേരള രാഷ്ട്രീയത്തെ പഠിച്ച് മനസ്സിലാക്കി പാർട്ടിയെ വളർത്തേണ്ടത്, അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരേണ്ടതിന് നന്നായിട്ട് ഗ്രഹപാഠം ചെയ്യുന്നു. അതുകൊണ്ടാണ് പല ആൾക്കാരും പോകുമ്പോൾ മാത്രമേ, ശ്രീ രാജേന്ദ്രന്റെ കാര്യം പോലും അദ്ദേഹം പോയതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത്. അല്ല, അതിനു മുമ്പ് പിന്നെ അദ്ദേഹം ഒരു ചാനലിലേക്ക് നിരന്തരമായി വന്നിരിക്കുന്ന റെജി ലൂക്കോസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേരെന്ന് തോന്നുന്നു. അദ്ദേഹമൊക്കെ വന്നതിന് ശേഷമാണ്, ഫ്ലാഷ് ന്യൂസിലാണ് നമ്മൾ അറിയുന്നത്. അതിന് മുൻപുള്ള സെക്കൻഡ് വരെ അതില്ലായിരുന്നു. അപ്പൊ അതിന്റെ അർത്ഥം അണിയറയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ പണ്ടത്തെ പോലെ വിസിബിൾ അല്ല. സംസ്ഥാനത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗം, അതായത് സ്വാഭാവികമായിട്ടും സ്പെഷ്യൽ ബ്രാഞ്ച്
ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ആധികാരികമായിട്ട് നിരന്തരമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. അവർക്കൊന്നും പിടികിട്ടാത്ത രീതിയിൽ BJPയുടെ ബുദ്ധി കേന്ദ്രങ്ങൾ അധികാരത്തിൽ എത്തുവാനും തങ്ങളുടെ സീറ്റ് നില വർദ്ധിപ്പിക്കുവാനും പറ്റുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. 10 പ്രതീക്ഷിക്കാം. 10 വരെ എത്താമെന്ന് അവർക്ക് പ്രതീക്ഷയുണ്ട്. പക്ഷെ ആ പ്രതീക്ഷയെ തകിടം മറിക്കാനുള്ള സംഭവവികാസങ്ങൾ എന്തെങ്കിലും ഉണ്ടായാലും ഇപ്പൊ നമ്മളൊരെണ്ണം കണ്ടല്ലോ, NSSന്റെ നിലപാട്. ഒരുപക്ഷെ അത് NSSന്റെ നിലപാട് NSS സമൂഹത്തിലെ മൊത്തം ആൾക്കാരുടെ നിലപാടല്ലെങ്കിൽ പോലും അത്തരം എന്തെങ്കിലും രാഷ്ട്രീയ നാടകങ്ങളിൽ പെട്ട് അവരുടെ സീറ്റ് സാധ്യതകൾ കുറഞ്ഞാലും സംശയമില്ല അവർക്ക് 2 അക്കം കടക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരൊക്ക സംഖ്യയുടെ മാക്സിമത്തിലേക്ക് അവർക്ക് എത്താൻ കഴിയുമെന്ന കാര്യത്തിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞും വന്നിട്ടുണ്ട്.